ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ആമിന നജുമ. നീറ്റ് വിദ്യാർത്ഥി സമരത്തിനെതിരായ പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. MSME ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ഇരുസഭകളും തിങ്കളാഴ്ച വീണ്ടും ചേരും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 2 ദിവസത്തെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സന്ദർശനത്തിന് നാളെ തുടക്കം. സന്ദർശനത്തിന്റെ ആദ്യ ദിവസം അദ്ദേഹം സെല്ലുലാർ ജയിൽ ദേശീയ സ്മാരകത്തിൽ രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലി അർപ്പിക്കും. 2ാം ദിവസം ശ്രീ വിജയ്പുരത്തിലെ ഫ്ളാഗ് പോയിന്റിൽ ഹർ ഘർ തിരങ്ക പ്രചാരണ പരിപാടിയിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ഡൽഹി IITയുടെ 57ാമത് ബിരുദദാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പങ്കെടുക്കും. രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ ഉൾപ്പെടെ മികച്ച പ്രകടനത്തിനുള്ള വിവിധ അംഗീകാരങ്ങൾ പ്രധാനമന്ത്രി വിദ്യാർത്ഥികൾക്ക് സമ്മാനിക്കും. കേരളത്തിൽ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 4 വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയാണ്. പത്തനംതിട്ട മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിലും മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലും നാളെ മഞ്ഞ ജാഗ്രതയാണ്. തൃശൂർ ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയും കോഴിക്കോട് ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കണ്ണൂർ താബോറിൽ വീണ്ടും ഉരുൾപൊട്ടി. തൊണ്ടംകുന്ന് ഭാഗത്താണ് ഉരുൾപൊട്ടൽ. കഴിഞ്ഞ ദിവസവും ഈ ഭാഗത്ത് ഉരുൾപൊട്ടിയിരുന്നു. ഉദയഗിരി താബോർ റോഡ് ഇതേ തുടർന്ന് അടച്ചു. മുതലപ്പൊഴി, വിഴിഞ്ഞം, നീണ്ടകര മേഖലകളിൽ കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്തുന്നതിനായി ഫിഷറീസ് വകുപ്പ്, മറൈൻ എൻഫോഴ്സ്മെന്റ്, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്, കോസ്റ്റൽ പോലീസ്, ജില്ലാ ഭരണകൂടം എന്നിവയുടെ നേതൃത്വത്തിൽ ഏകോപിതമായ തിരച്ചിൽ തുടരുന്നതായി സംസ്ഥാന സർക്കാർ. കോസ്റ്റ് ഗാർഡിന്റെ കപ്പലും ഡോണിയർ വിമാനവും മറൈൻ പോലീസിന്റെ ബോട്ടുകളും മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകളും വിന്യസിച്ച് വ്യാപകമായ തിരച്ചിൽ നടത്തിയിട്ടുണ്ടെന്നും സർക്കാർ അറിയിച്ചു. നീണ്ടകരയിൽ മത്സ്യത്തൊഴിലാളി ഗൌതം കൃഷ്ണയെ കടലിൽ കാണാതായ സംഭവത്തിൽ തിരച്ചിൽ ഊർജിതമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ഗൌതമിന്റെ അമ്മ രേഷ്മയെ സന്ദർശിച്ചതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗൌതം കൃഷ്ണയെ കണ്ടെത്താൻ വൈകുന്നതിന് കാരണം അധികൃതരുടെ അലംഭാവമാണെന്നാരോപിച്ച് അമ്മ ഇന്നലെ നീണ്ടകര കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ പടിക്കലിരുന്ന് പ്രതിഷേധിച്ചിരുന്നു. സർക്കാർ ആശുപത്രികളിൽ വരുമാനം പരിഗണിക്കാതെ എല്ലാ രോഗികൾക്കും പേ വാർഡുകളിൽ ചികിത്സാ സൌകര്യം ലഭ്യമാക്കാൻ നിർദ്ദേശം നൽകി ആരോഗ്യമന്ത്രി K മുരളീധരൻ. ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. നിലവിൽ പേ വാർഡുകൾ ലഭിക്കാൻ OP ടിക്കറ്റിൽ വരുമാനം 1600 രൂപയ്ക്ക് മുകളിലായിരിക്കണമെന്ന വ്യവസ്ഥ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന പരാതിയെ തുടർന്നാണ് നടപടി. ഭാഗ്യക്കുറി വകുപ്പിന്റെ ഔദ്യോഗിക മൊബൈൽ ആപ്ലിക്കേഷനായ കേരള ലോട്ടറി ഒഫീഷ്യലിലൂടെ നറുക്കെടുപ്പിന്റെ തത്സമയ സംപ്രേഷണം, സമ്മാനാർഹമായ നമ്പരുകൾ, മറ്റ് ഔദ്യോഗിക വിവരങ്ങൾ എന്നിവ പൊതുജനങ്ങൾക്ക് ലഭ്യമാണെന്ന് കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ്. QR കോഡ് സ്കാൻ ചെയ്തോ ടിക്കറ്റ് നമ്പർ നേരിട്ട് നൽകിയോ നറുക്കെടുപ്പ് ഫലം പരിശോധിക്കാനാകും. നെല്ല് സംഭരണത്തിന് കർഷകർക്കുള്ള സംസ്ഥാന പ്രോത്സാഹന ബോണസ് നൽകാൻ 3ാം ഗഡുവായി 150 കോടി രൂപ അനുവദിച്ചു. നെല്ല് സംഭരണ ഇനത്തിൽ കേന്ദ്രം നൽകാനുള്ള കുടിശ്ശിക നേടിയെടുക്കുന്നതിന് സപ്ലൈകോ പ്രതിനിധികൾ തിങ്കളാഴ്ച ഡൽഹിയിൽ കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്തും. ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഷയങ്ങൾ പാർലമെന്റ് തീരുമാനിക്കുന്ന ആഭ്യന്തരകാര്യമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. വിദേശ ധനസഹായ നിയന്ത്രണ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് വിവിധ രാജ്യങ്ങൾ ഉയർത്തിയ എതിർപ്പുകൾ മന്ത്രാലയം തള്ളിക്കളഞ്ഞു. ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. ഭിന്നശേഷിക്കാർക്ക് സർക്കാർ പ്രഖ്യാപിച്ച അവകാശങ്ങൾ ശക്തമായി നടപ്പിലാക്കുമെന്ന് മന്ത്രി K മുരളീധരൻ. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 456 പോയിന്റ് ഇടിഞ്ഞ് 78,499-ലും നിഫ്റ്റി 65 പോയിന്റ് നഷ്ടത്തിൽ 24,571-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി. ഗ്രാമിന് 15 രൂപ കൂടി 13,740 രൂപയും പവന് 120 രൂപ വർദ്ധിച്ച് 1,09,920 രൂപയുമാണ് ഇന്നത്തെ സ്വർണ്ണ നിരക്ക്. പ്രതിസന്ധികളെ ചെറുക്കാൻ ശേഷിയുള്ളതും വിജ്ഞാനാധിഷ്ഠിതവും സുസ്ഥിരവുമായ വിദ്യാഭ്യാസ രീതികൾ കെട്ടിപ്പടുക്കുന്നതിന് ബ്രിക്സ് രാഷ്ട്രങ്ങൾ സഹകരണം ശക്തമാക്കണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി ആഹ്വാനം ചെയ്തു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.